السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. ദീനിയായ നമ്മുടെ ഇതുപോലെയുള്ള സംഗമങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ന വിഷയത്തിലാണ് ഇന്ന് സാന്ദർഭികമായി അല്പനേരം ചില കാര്യങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാനുള്ളത്. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൽ ഒരു കാര്യം എപ്പോഴാണ് ബിദ്അത്തായി തീരുന്നത് എന്നതാണ്. സാധാരണ നമ്മെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ, മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകൾ ആക്ഷേപമായി പറയാറുള്ളത് നമ്മൾ ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന രൂപത്തിലാണ്. എന്നാൽ നാം ബിദ്അത്തിനെ ശക്തമായി എതിർക്കുകയും ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യർക്ക് പരലോകത്ത് കടുത്ത ശിക്ഷയുണ്ട് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബിദ്അത്തിനെ എതിർക്കുമ്പോൾ, അതോടൊപ്പം നമുക്കെതിരെ ബിദ്അഇകൾ എന്ന് ചില ആളുകൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, എപ്പോഴാണ് ഒരു കാര്യം ബിദ്അത്താകുന്നത്, അല്ലെങ്കിൽ എന്താണ് ബിദ്അത്ത് എന്നത് കൃത്യമായി നാം അറിയേണ്ടതുണ്ട്. ഇസ്ലാമിൽ അഥവാ മതപരമായി എന്തെങ്കിലും ഒരു കാര്യം അതിലില്ലാത്തത്, നേരത്തെ ഇല്ലാത്തത്, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യം, അവിടുന്ന് അവിടുത്തെ സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യം പിൽക്കാലത്ത് ഉണ്ടാക്കുന്ന മതപരമായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ബിദ്അത്ത് എന്ന പദത്തിന്റെ അർത്ഥം പുതിയത് എന്നാണ്. പുതിയത് എന്ന് പറഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടത് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത കുറെ ഭൗതിക സൗകര്യങ്ങൾ ഇന്നുണ്ട്. വാഹനങ്ങൾ, അന്നില്ലാത്ത വാഹനങ്ങൾ ഇന്നുണ്ട്. അന്ന് ഇല്ലാത്ത കുറെ ഭക്ഷ്യവസ്തുക്കൾ ഇന്നുണ്ട്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ അങ്ങനെ തുടങ്ങി വീട്ടിന്റെ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, അങ്ങനെ തുടങ്ങി പലതും അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത കുറെ കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ട്, ഇന്ന് ഈ കാലത്തുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ഭാഷയിൽ പുതിയതാണ്, പക്ഷേ ശർഇൽ, മതത്തിൽ, ദീനിൽ പുതിയതല്ല. ദീനിൽ പുതിയതുണ്ടാക്കുന്നതിനെയാണ് സാങ്കേതികമായി നാം ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നാം എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ നാളെ നമ്മുടെ നാടുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണ്. റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ, ഒരുപക്ഷെ ഭൂരിപക്ഷം എന്ന് കൂടി പറയാം, ആ നിലക്കുള്ള ആളുകൾ ആഘോഷിക്കുകയാണ്. ഇത് നമ്മൾ ആഘോഷിക്കുന്നില്ല, ഇല്ല എന്ന് മാത്രമല്ല, ആഘോഷിക്കരുത് എന്ന് പറയുകയും ആഘോഷിക്കുന്നതിനെ പ്രാമാണികമായി എതിർക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഒരു ആഘോഷമല്ലേ. ഇവിടെയാണ് പ്രശ്നം. ഇതൊരു മതപരമായ ആചാരമായി, ആഘോഷമായി, ദീനിയായ ഒരു അമലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിൽ മതപരമായ ഒരു കാര്യം ചെയ്യുന്നതിന്
പ്രമാണം വേണം എന്നതാണ് അടിസ്ഥാനം. നാം ചെയ്യുന്ന മതപരമായ കാര്യങ്ങൾക്ക് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉള്ളത് കൊണ്ടാണ് നാം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നാം അത്തരം കാര്യങ്ങൾ ചെയ്യാത്തത്. അപ്പൊ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ, ചൊല്ലണമല്ലോ. അവിടത്തെ മേൽ സ്വലാത്തുണ്ട്, ആ സ്വലാത്ത് നാം ചൊല്ലുന്നുണ്ട്. എന്തുകൊണ്ട്? അതൊരു ദീനി വിഷയമാണ്, മതവിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിന് തെളിവ് വേണം, തെളിവ് ഉണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തും സലാമും പറയണം, ചൊല്ലണം എന്ന്. അതുപോലെ അവിടത്തെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. എത്രത്തോളം സ്നേഹിക്കണം? നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കണം, നമ്മുടെ കുടുംബത്തെക്കാൾ സ്നേഹിക്കണം, നമ്മുടെ ബന്ധുക്കളെക്കാൾ ആരൊക്കെയുണ്ട് അവരെക്കാൾ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കണം. എന്തുകൊണ്ട്? അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് നാം അവിടത്തെ സ്നേഹിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല ഏതുവരെ? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നത് എപ്പോഴാണോ അപ്പോഴേ നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് തൗബയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്ത് തൗബയിൽ കാണാം. എന്താണ്? ഖുൽ നബിയെ നിങ്ങൾ പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ മക്കൾ, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, കുടുംബങ്ങൾ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങൾ മാന്ദ്യം വരും എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, ഇങ്ങനെ തുടങ്ങി നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും അള്ളാഹിന്റെ മാർഗത്തിലെ ധർമ്മസമരത്തെക്കാളും ഇഷ്ടം, പ്രിയം എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾ കരുതിയിരുന്നോളൂ, കാത്തിരുന്നോളൂ എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ മതപരമായ ഒരു വിഷയമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കൽ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് മതപരമായ വിഷയമാണ്, അതിന് തെളിവുണ്ട്, അതുകൊണ്ട് നാം ചെയ്യുന്നു. ഇപ്പൊ മുഹറം 9, 10 എന്തുകൊണ്ട് നാം അത് ആഘോഷിക്കുന്നു, നാം അന്ന് നോമ്പ് നോൽക്കുന്നു ചോദിച്ചാൽ അതിന് തെളിവുണ്ട്. ശവ്വാലിലെ 6 നോമ്പ് ദീനിയായിട്ടല്ലേ നാം ചെയ്യുന്നത്? അപ്പൊ ഇതിന് തെളിവ് വേണ്ടേ? തെളിവുണ്ട്, അതുകൊണ്ടാണ് നാം ചെയ്യുന്നത്, നാം ആ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും എന്തുകൊണ്ട് നാം ആഘോഷിക്കുന്നു? ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണല്ലോ. എന്തുകൊണ്ട് നാം ആഘോഷിക്കുന്നു? അതിന് തെളിവുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ആചരിച്ചതിന് തെളിവുണ്ട്. ഖുർആൻ അതിന്റെ സൂചനകളുണ്ട്. അപ്പോ ആ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലും സുന്നത്തിലും അതുണ്ട്, അതുകൊണ്ട് നാം ചെയ്യുന്നു. ആ ഇല്ലാത്തത് മതപരമായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ്, നമ്മൾ ദുന്യവിയായ കുറെ വിഷയങ്ങളുണ്ടല്ലോ, മതപരമായ വിഷയങ്ങളല്ലാത്ത നമ്മുടെ ഭൗതികമായ ദുന്യവിയായ കുറെ വിഷയങ്ങളുണ്ട്. ഇപ്പോ നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ രൂപത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ സൗകര്യത്തിലുള്ള വാഹനമല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ മറിച്ച് എന്ത് ചെയ്യുന്നു? ഇന്ന് സൗകര്യമായി, ഇന്ന് ലഭ്യമായ, അല്ലെങ്കിൽ ആ നിലക്കുള്ള വാഹനം ഉപയോഗിക്കാം. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മതപരമായ വിഷയങ്ങൾ ചെയ്യുമ്പോൾ
അത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തെളിവ് വേണം. പള്ളിയിൽ കയറിയ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മതപരമായ കാര്യമാണ്. അതിന് തെളിവുണ്ട്. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പോ ശവ്വാലിലെ നോമ്പ് നാം അനുഷ്ഠിക്കുന്നു. എന്തുകൊണ്ട്? അത് ദീനീ വിഷയമാണ്. അതുപോലെ ദീനീ വിഷയമാകുമ്പോൾ അതിന് തെളിവ് വേണം. തെളിവുണ്ട്. അതുകൊണ്ട് നാം ആ നോമ്പ് നോൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നാം സ്വലാത്ത് ചൊല്ലുന്നു. എന്തുകൊണ്ട്? തെളിവുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ സ്വല്ല അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശറ. അപ്പൊ നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവിടുന്ന് അവിടുത്തെ മേൽ സ്വലാത്തുണ്ട് എന്ന് അവിടുന്ന് തന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ സ്വലാത്ത് നാം ചൊല്ലുന്നു. അപ്പൊ മതപരമായി തെളിവ് ഉള്ളത് കൊണ്ടാണ്, ദീനിയായ വിഷയമായതുകൊണ്ട് തെളിവുള്ളത് കൊണ്ടാണ് അവിടുത്തെ മേൽ സ്വലാത്ത് നാം ചൊല്ലുന്നത്, ശവ്വാല നോമ്പ് നാം നോൽക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തിൽ, ഈ മാസത്തിൽ മറ്റു മാസങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും ഒരു പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു ആചാരം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന നാം ചെയ്യാൻ തയ്യാറാകും. തെളിവില്ലാത്തതുകൊണ്ടാണ് നാം ചെയ്യാത്തത്. ഇപ്പൊ നാളെ ഈ മാസത്തെ 12-ആണ്, റബീഉൽ അവ്വൽ 12-ആണ്. ഇന്നില്ലാത്ത, മറ്റന്നാളില്ലാത്ത ഒരു പ്രത്യേകത നാളത്തേക്ക് കൊടുത്തുകൊണ്ട് ഒരു സ്വലാത്ത് ഏറെ, അല്ലെങ്കിൽ ഒരു ദിക്ർ ഏറെ, ഒരു അന്നദാനം ഏറെ, അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ചെയ്യാൻ തയ്യാറാണ്, പ്രമാണമുണ്ടെങ്കിൽ. പക്ഷെ ഒരു പ്രമാണവും ഇല്ല എന്നതാണ് വസ്തുത. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, ചർച്ചകൾ നടക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതപരമായി ചെയ്യുന്നതിനാണല്ലോ പറഞ്ഞ പോലെ വിദഅത്ത് എന്ന് പറയുന്നത്. റസൂലുള്ളാഹിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്ത പിൽക്കാലത്തുണ്ടായ ദീനിലെ പുതിയ കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? വിദഅത്ത് എന്ന് പറയുന്നത്. ഭൗതിക സൗകര്യത നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹു അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കാത്ത, വിരോധിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാം ഭൗതിക വിഷയങ്ങളിൽ. നേരത്തെ പറഞ്ഞ പോലെ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉപയോഗിച്ച വാഹനമല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാം. അത് ദുന്യവിയായ വിഷയമാണ്. അത് നമുക്ക് അനുവദനീയമാണ്. പക്ഷേ വിരോധമുള്ളത് ചെയ്യാൻ പാടില്ല. അപ്പൊ അന്ന് കുടിച്ച പാനീയങ്ങൾ മാത്രമല്ല നാം ഇന്ന് കുടിക്കുന്നത്. കുടിക്കാം നമുക്ക്. കാരണം എന്താ? ദീനീ വിഷയമാണ്. അല്ല, ഭൗതിക വിഷയമാണ്, ദുന്യവിയായ വിഷയമാണ്. അങ്ങനെയുള്ള വിഷയമാകുമ്പോൾ വിരോധിക്കപ്പെടാത്ത ചെയ്യാം. അൽ അസ്ലു അൽ ഇബാഹ, അടിസ്ഥാനം അനുവദനീയം എന്നാണ്. എന്നാൽ ദീനീ വിഷയത്തിൽ അങ്ങനെയല്ല. അൽ അസ്ലു അൽ മൻഉ എന്നാണ്, ചെയ്യാൻ പാടില്ല എന്നാണ്, തെളിവുള്ളത് ചെയ്യാന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ശവ്വാല പറഞ്ഞ പോലെ ശവ്വാല നോമ്പ് നോൽക്കുമ്പോൾ അത് തെളിവുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. നബിദിനെ കഴിക്കാത്തത് തെളിവില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമുക്ക് എല്ലാവർക്കും സ്നേഹമുണ്ടല്ലോ. നബിദിനം കഴിക്കുന്നവർക്കും സ്നേഹമുണ്ട്, കഴിക്കാത്തവർക്കും സ്നേഹമുണ്ടല്ലോ. എന്താണ് ആ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജന്മദിനം നാം കഴിക്കാത്തത്? അതൊരു ദീനീ വിഷയമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് തെളിവ് വേണം. തെളിവുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? ഇല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നാം ചെയ്യാത്തത്. അപ്പോ ദീനീ വിഷയമാണെങ്കിൽ അത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ തെളിവ് വേണം. ദുന്യവിയായ വിഷയമാണെങ്കിലോ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം. ഈ നാളെ പോയി നമ്മുടെ നാട്ടിലെ ആഘോഷം നടക്കുന്നത് ഒരു ദീനീ വിഷയമാണല്ലോ, ആയിട്ടാണല്ലോ ചെയ്യുന്നത്. എങ്കിൽ അതിന് തെളിവ് വേണം. ഒരു തെളിവില്ല. അങ്ങനെ ഉള്ള കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതിനാണ് ബിദ്അത്ത് എന്ന് പറയാം. അപ്പൊ ഈ പറഞ്ഞ പോലെ സംശയം, എന്നാലും നല്ലതല്ലേ, പുണ്യമല്ലേ, എന്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടത് അങ്ങനെ ന്യായീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് പുണ്യമല്ലേ, നല്ലതല്ലേ, ഖൈറല്ലേ, ഹസനത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ നല്ലതല്ലേ, പുണ്യമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പുതിയൊരു കാര്യം ഉണ്ടാക്കിയാൽ സത്യത്തിൽ അവൻ വാദിക്കുന്നത് എന്താണ്? ഫഖദ് സഅമ, അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ അള്ള ഏൽപ്പിച്ച ഒരു റിസാലത്തുണ്ട്, ഒരു ദൗത്യമുണ്ട്, ഒരു മിഷൻ. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ
അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. അന്നല്ലാഹ തആല യഖൂലു, കാരണം അള്ളാഹു പറയുന്നുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീന ലാ യകൂനുൽ യൗമ ദീന, അതുകൊണ്ട് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. ഇത് ഈ ഒരു മാനദണ്ഡം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ തർക്കവും തീരും. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടോ ദീനായിട്ട്, എങ്കിൽ ഇന്നും അത് ദീനായിട്ട് നമ്മൾ ചെയ്യണം. ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കൽ അന്ന് ദീനാണ്, അതുകൊണ്ട് ഇന്ന് ദീനാണ്. നാം എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അവിടുത്തെ മേൽ സ്വലാത്ത് അന്ന് ദീനാണ്, അതുകൊണ്ട് ഇന്നും ദീനാണ്. നമ്മൾ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുപോലെ ശവ്വാലിലെ നോമ്പ് അന്ന് ദീനാണ്, അപ്പൊ ഇന്നും ദീനാണ്, നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. മുഹറം 9ഉം 10ഉം അത് അന്ന് നോമ്പ് നോൽക്കൽ അന്ന് ദീനാണ്, ഇന്നും ദീനാണ്, നാം അനുഷ്ഠിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കൂ. എന്നാൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കൽ അന്ന് ദീനല്ല, ഇന്നും ദീനല്ല. നമ്മൾ ആരും ആഘോഷിക്കുന്നില്ല, മുസ്ലിങ്ങൾ ആരും ആഘോഷിക്കുന്നില്ല. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കൽ അന്ന് ദീനല്ല, അപ്പൊ ഇന്നും ദീനല്ല, അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നില്ല. വ്യത്യാസം മനസ്സിലാക്കണം. വളരെ ക്ലിയർ ആയി ആ സ്റ്റാൻഡ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കുക. അപ്പൊ ഇത് പറയുമ്പോൾ വീണ്ടും സംശയം വരും. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമല്ലേ, സ്നേഹിക്കണ്ടേ? ഒരു തർക്കവുമില്ല, അവിടുത്തെ സ്നേഹിക്കണം. നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കണം, തർക്കമില്ല. സ്വഹാബത്തൊക്കെ എത്ര സ്നേഹിച്ചു എന്നറിയോ? ഒരിക്കല് ഒരു അൻസാരിയായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വരികയാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വല്ലാത്ത ദുഃഖമുണ്ട്. ഈ ഒരു ദുഃഖം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി അറാക മഹസൂന, എന്ത് പറ്റി, എന്ത് ഇങ്ങനെ ദുഃഖിതനായിരിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ഈ സ്വഹാബി പറഞ്ഞൊരു മറുപടി ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കും. അത്ര സ്നേഹത്തിൽ ഊട്ടപ്പെട്ട മനസ്സ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? പ്രവാചകരെ, ഞാനിങ്ങനെ വീട്ടിലിരിക്കുമ്പോ അങ്ങയെ കാണണമെന്ന് മനസ്സിലുണ്ടാവും ഒരാഗ്രഹം. അപ്പൊ ഞാനിവിടെ വരും, വന്നിട്ട് നിങ്ങളെ കാണും, എന്നിട്ട് അങ്ങയോട് സലാം പറയും. നിങ്ങൾ സലാം മടക്കും, കണ്ട് സലാം പറഞ്ഞ് ആ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോകും. പക്ഷെ ഇന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോ, നമ്മളൊക്കെ മരിച്ചു പോയാൽ, ഞാനൊക്കെ സ്വർഗത്തിലാണെങ്കിൽ തന്നെ നബിയെ, അങ്ങൊക്കെ ഉന്നതമായ ദറജയിലായിരിക്കൂലേ, കാരണം നിങ്ങൾ നബിയല്ലേ, ഞാൻ നബിയല്ലല്ലോ. അപ്പൊ നിങ്ങൾ അത്ര ഉന്നത സ്ഥാനത്തായിരിക്കൂലേ നബിയെ. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഈ കാണുന്ന പോലെ എനിക്ക് അങ്ങയെ അവിടെ സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയുമോ എന്ന് ഞാൻ ഇന്ന് ആലോചിച്ചു പോയി. നോക്കണേ, അതിന്റെ പേരിൽ ആ സ്വഹാബി ദുഃഖിക്കണമെങ്കിൽ എത്ര സ്നേഹം ഉണ്ടാകണം. നമ്മളിത് ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന മാതിരി ഒരു കൊല്ലത്തെ സ്നേഹമല്ല അത്, അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു കാര്യമല്ല. സ്വർഗത്തിലെത്തിയാൽ തന്നെ അവിടെ നിന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ ഉന്നത ദറജയിലായിരിക്കുമല്ലോ. അപ്പൊ ഇവിടുന്ന് ഈ കാണുന്ന പോലെ അവിടുന്ന് സ്വർഗത്തുനിന്ന് കാണാൻ കഴിയോ എന്ന് ആലോചിച്ചു പോയി. ആ ആ ഒരു വിഷമമാണ് എൻ്റെ മനസ്സിൽ എന്ന് ഈ സ്വഹാബി പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഇദ്ദേഹം കുറച്ചു കഴിഞ്ഞ്, ഈ സ്വഹാബി കുറച്ചു കഴിഞ്ഞ് പിരിഞ്ഞു പോയി. പിന്നീട് അവിടത്തേക്ക് ആയത്തിറങ്ങി, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹുവിനെയും അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആർ അനുസരിക്കുന്നുവോ, അഥവാ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ആർ ജീവിക്കുന്നുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് സ്വർഗത്തിൽ. ആരെല്ലാമാണത്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അമ്പിയാക്കളുടെ കൂടെ, സുദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലായിരിക്കും ഈ ആളുകൾ.
വഹസുന ഉലൈക റഫീഖാ, അവർ സ്വർഗത്തിൽ എത്ര നല്ല കൂട്ടുകാരാണ്. ഈ ആയത്തിറങ്ങി. അതായത് വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അമ്പിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, സുദ്ദീഖുടെ കൂടെ സ്വർഗത്തിൽ പോകാം. അപ്പോ ഈ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ വിട്ടുകൊണ്ട് ഇദ്ദേഹത്തിന് വിവരം അറിയിച്ചു. ഇതാണ് ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഈ അൻസ്വാരിയായ സ്വഹാബിക്ക് ആശ്വാസമായത്. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ഈ ആയത്തിറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന് ആശ്വാസമാണത്. എത്രമാത്രം സ്നേഹിച്ചു അദ്ദേഹം, ഇത്ര സ്നേഹിച്ചു, ഇത്രമാത്രം സ്നേഹിച്ചു. ആ സ്വഹാബി, അതുപോലെയുള്ള സ്വഹാബിമാർ അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ദീനീ വിഷയമാണെങ്കിൽ ഇത്ര സ്നേഹിച്ച സ്വഹാബത്ത് വിട്ടുപോവോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തിട്ടില്ല. 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിട്ട് ഒരു കൊല്ലത്തെ റബീഉൽ അവ്വൽ മാസത്തിൽ, ആ മാസത്തിലെ 12-ന് നാളെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന പരിപാടി ഉണ്ടല്ലോ, ഇനി അത്ര ഘോഷമായിട്ട് വേണ്ട, ഒരു ചെറിയ രൂപത്തിൽ, ഒരു അസുല് കിട്ടാൻ പറ്റിയ രൂപത്തിലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരു ഈത്തപ്പഴത്തിന്റെ ചുളയെടുത്ത് വിതരണം ചെയ്തിട്ടുണ്ടോ കഷ്ണമാക്കിയിട്ട്? ഒരു ഗ്ലാസ് പച്ചവെള്ളം ആ വകുപ്പിൽ വിതരണം ചെയ്തിട്ടില്ല. ഇത് പിൽക്കാലത്ത് ഹിജറ 300 കഴിഞ്ഞ് ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു ദുരാചാരമാണ്. അതാണ് പിന്നെ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകളിലേക്ക് കടന്നുകൂടിയത്. അത് ഈ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അവിടുത്തെ ജന്മദിനം കഴിച്ചിട്ടില്ല. അവിടുത്തെ ഭാര്യമാർ കഴിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ കഴിച്ചിട്ടില്ല. അവിടുത്തെ സ്വഹാബത്തിൽ അവിടുത്തെ ശേഷം വന്ന ഖുലഫാ ഉർ റാഷിദീങ്ങളില്ലേ, 4 പേർ, അവരാരും ഇത് കഴിച്ചിട്ടില്ല. അവരുൾപ്പെടെയുള്ള 10 സ്വഹാബിമാരുണ്ട്, അൽ അഷ്റത്തുൽ മുബശ്ശറൂന ബിൽ ജന്ന, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത്. അവര് കഴിച്ചിട്ടില്ല. ഇനി ഇവരല്ലാത്ത സ്വഹാബിമാർ കഴിച്ചിട്ടില്ല. ശേഷം വന്ന താബിഈങ്ങൾ, താബിഈങ്ങൾ കഴിച്ചിട്ടില്ല. പോകട്ടെ, 4 മദ്ഹബിന്റെ ഇമാമാര് പോലും കഴിച്ചിട്ടില്ല. ചില ആൾക്കാരെ പേരിലൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞ് കഥ പറയാറുണ്ടെന്നല്ലാതെ സ്വഹീഹായ നിലക്ക് ഒന്നുമില്ല. ഇവർക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു കാര്യം ദീനിൽ ഉണ്ടാവുക. എന്താ ഈ പറയണത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയമില്ലാത്ത, അറിയാത്തൊരു കാര്യം ദീനിൽ ഉണ്ടാവുക. ആ സ്വഹാബത്ത് അവിടെ നിന്ന് കണ്ട് പഠിച്ചിട്ടില്ലാത്തൊരു കാര്യം ദീനിൽ ഉണ്ടാവുക. എന്താ ഈ പറയണ പ്രിയമുള്ളവരെ? ഇവരെ ആരും ഇങ്ങനൊരു ആഘോഷം നടത്തിയിട്ടില്ല. എന്നാൽ പെരുന്നാൾ ഇവരൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ട്. അതിന് മസ്അലകൾ ഈ പണ്ഡിതന്മാർ പലരും ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതുമായി ബന്ധപ്പെട്ട എത്ര അദബുകളെ പഠിപ്പിച്ചത് പെരുന്നാളുമായി ബന്ധപ്പെട്ട്. എന്നാൽ റബീഉൽ അവ്വൽ 12 എന്ത് ചെയ്യാനാണ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? നാളെ നമ്മുടെ നാട്ടിൽ 12 ആണ്, റബീഉൽ അവ്വൽ 12 ആണല്ലോ. ആ 12-ന് എന്താ സ്പെഷ്യലായി ചെയ്യാൻ? ഒരു ഫാത്തിഹ സൂറത്ത് ഏറുണ്ടോ? ഒരു ദിക്ർ ഏറുണ്ടോ? ഒരു സ്വലാത്ത് ഏറുണ്ടോ? എന്താണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പഠിപ്പിച്ചത്? ഒന്നുമില്ല, ഒന്നുമില്ല. ഈ മാസത്തിന് പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഒരു സ്വലാത്ത് ചൊല്ലാൻ, ഒരു ദിക്ർ ചൊല്ലാൻ, ഒരു അന്നദാനം നടത്താൻ, എന്തെങ്കിലും ഒരു ദീനിയായ അമൽ ഏറെ ചെയ്യാൻ ഇസ്ലാമിൽ തെളിവില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ഈ മാസത്തെ കുറിച്ച് പറയാണ് പുണ്യ റബീ. പുണ്യ റബീ, എത്ര സ്ഥലത്താ ബോർഡുകൾ പുണ്യ റബീ എന്ന് സ്വാഗതം. ഈ പുണ്യമെന്ന് വിശ്വസിക്കാൻ തെളിവ് വേണ്ടേ? റമളാൻ മാസം പുണ്യമാസമാണ്, തെളിവുണ്ട്. ഷഹ്റു ഉൻസില ഫീഹിൽ ഖുർആൻ തുടങ്ങിയ ആയത്തുകൾ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ആ സൂറത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകൾ. യാ ബാഗിയൽ ഖൈർ, റമളാൻ മാസമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വിളിയാളം. യാ ബാഗിയൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ മുന്നോട്ട് വന്നോളൂ. തിന്മ ആഗ്രഹിക്കുന്ന മനുഷ്യ മതിയാക്കിക്കോ, ചുരുക്കിക്കോ, നിർത്തിക്കോ. മാത്രമല്ല റമളാനായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ, ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന വഗുല്ലിഖത് അബ്വാബുൻ നാർ വസുഫിദത്തി ശയാത്തീൻ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും, പിശാചുക്കൾ ബന്ധനത്തിലാക്കപ്പെടും. റമളാനായാൽ പോരിശയാണ്.
റമദാന്റെ പോരിശാണ്. എത്ര ആയത്തും ഹദീസും ഉണ്ട്. ഇതുപോലെ ഒന്നുപോലും ഒരായത്തോ ഒരു ഹദീസോ എന്തിനില്ല, ഈ റബീഉൽ അവ്വൽ മാസം പുണ്യമാസമാണ്, പുണ്യ റബി ആണ് എന്ന് വിശ്വസിക്കാൻ. സാധാരണ പോലെ ഒരു മാസം അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ വ്യത്യസ്തമായി പുണ്യം ഒന്നും ഈ മാസത്തിന് ഇല്ല. ഉണ്ടെങ്കിൽ തെളിവുണ്ടാകണം. ചില ആയത്തുകളൊക്കെ ഓതാറുണ്ട് നമ്മുടെ നാട്ടിൽ, ചില ഹദീസുകളൊക്കെ പറഞ്ഞു നോക്കാറുണ്ട്. ആദ്യം ഇത് കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ആ ആയത്ത് റബീഉൽ അവ്വൽ ആഘോഷിക്കാൻ തെളിവാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയൂല ഇത്, സ്വഹാബത്തിന് അറിയൂല ഇത്, ഇവരാരും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അപ്പൊ അതൊക്കെ ദുർവ്യാഖ്യാനമാണ് എന്ന് അതിന്റെ അടിസ്ഥാനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി പ്രിയമുള്ളവരെ, ഈ നമ്മളെ ഇന്ന് വിട്ടു നിൽക്കണം. വിട്ടു നിൽക്കണം എന്ന് പറയുമ്പോൾ ആരോടെങ്കിലും ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. വളരെ കൃത്യമായി മനസ്സിലാക്കുക, ബിദ്അത്ത് അത്ര ഗൗരവമുണ്ട്. അതുകൊണ്ടാണ് വിട്ടു നിൽക്കണം എന്ന് പറയുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ വിഷയത്തിൽ അഥവാ ദീനീ വിഷയത്തിൽ അതിലില്ലാത്തത് ആരെങ്കിലും കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടണം എന്നതുകൊണ്ടാണ് ഈ ബിദ്അത്ത് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു, ദീനിയായ ഒരു പ്രവൃത്തി, നമ്മുടെ നിലപാട് അതിലില്ല, നാം അതിൽ നിലകൊണ്ടിട്ടില്ല, അങ്ങനെയുള്ള ഒരു ദീനീ വിഷയം, ഒരു വിഷയം മതപരമായിട്ട് ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അവൻ തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദീനിൽ പുതിയതുണ്ടാക്കുന്നത് തള്ളപ്പെടണം. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ ഉടനെ കൂഫയിലെ പള്ളിയിൽ ഒരു സംഭവം നടക്കുകയാണ്. എന്താണെന്നറിയോ? മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങനെ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഉണ്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ ഒന്ന് വൃത്തമായി ഇങ്ങനെ ഹെൽക്കകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവരിൽ ഒരു നേതാവുണ്ട്. ആ നേതാവ് പറയും, കബ്ബിറു മിഅ, 100 വട്ടം അല്ലാഹു അക്ബർ എന്ന് പറയൂ. സബ്ബിഹു മിഅ, 100 വട്ടം സുബ്ഹാനല്ലാഹ് പറയൂ. ഹല്ലിലു മിഅ, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്നിങ്ങനെ ഇദ്ദേഹം ഒരു അമീർ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് ഇവരിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ എണ്ണുകയാണ്. അവര് ഇങ്ങനെ ചൊല്ലുകയാണ്. ചൊല്ലുമ്പോൾ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ലെടുത്ത് വെച്ചുകൊണ്ട് എണ്ണം പിടിക്കും. ഇത്രയേ ഉള്ളൂ. കല്ലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ എണ്ണം പിടിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു കല്ല്, അടുത്ത അല്ലാഹു അക്ബർ, അടുത്ത കല്ല്, ഇങ്ങനെ കല്ല് എടുത്ത് വെച്ച് എണ്ണം പിടിക്കുക. അത്രയേ ഉള്ളൂ. ഇദ്ദേഹം ഇത് കണ്ട് നേരെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പള്ളിയിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, എന്നാൽ നിങ്ങളൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ പാപങ്ങൾ എണ്ണാൻ പറഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്ക്? ഇദ്ദേഹം ചോദിക്കാണ്. അങ്ങനെ 2 പേരും കൂടെ പള്ളിയിൽ വന്നു. എന്നിട്ട് ഈ പള്ളിയിൽ നിന്ന് ആട്ടി ഓടിക്കുക അവരെ. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോയത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല. അവിടുത്തെ സ്വഹാബത്ത് മരിച്ചു തീർന്നിട്ടില്ല. അവിടെ നിന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ നുരുമ്പി പോയിട്ടില്ല. അപ്പോഴേക്ക് നിങ്ങൾ നശിച്ചു പോയോ എന്ന് പറഞ്ഞ് അവർ ആട്ടിയോടിക്കുകയാണ്. ആ ആട്ടിയോടിക്കപ്പെടുമ്പോൾ അവർ പറഞ്ഞു, മാ അറദിന ഇല്ലൽ ഖൈർ, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞില്ല, ആട്ടിയോടിച്ചു അവിടുന്ന്. ഇത്ര ഗൗരവതരമായ അവസ്ഥ ഇതിനുണ്ട്. ഇസ്ലാമിൽ പുതിയതുണ്ടാക്കുന്ന ആ ജാഗ്രത ആ സ്വഹാബത്തൊക്കെ പുലർത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളത് പുലർത്തുക. ഓർക്കുക, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ആരെങ്കിലും അതിൽ കടത്തിക്കൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പൊ ചിലർ പറയും, പ്രവാചകനെ സ്നേഹിക്കലല്ലേ ഇസ്ലാമിലില്ലേ, സ്വലാത്തല്ലേ ഇസ്ലാമിലില്ലേ? അതൊക്കെ ഇസ്ലാമിലുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ മാസത്തിന് പുണ്യം കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതാണ് അതിലില്ലാത്തത് കടത്തിക്കൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. രണ്ടാമത്തത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ് പറഞ്ഞു. മൂന്നാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. അർത്ഥം പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ അനാചാരമാണ്, അനാചാരങ്ങൾ വഴികേടാണ്, വഴികേടുകൾ നരകത്തിലേക്ക് എത്തിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്, ബിദ്അത്തിനെ എതിർക്കുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, പിന്നെ ഈ മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിന് ആര് വെറുത്തു അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന രംഗം ഏതാണെന്നറിയോ? 3 ആളുകൾ അവിടുത്തെ വീട്ടിൽ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലുകളെ കുറിച്ച് അറിയാൻ ചോദിച്ചറിയാൻ വന്നവരാണ്. വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്താണ്. ഭാര്യയോട് ചോദിച്ചു. അവിടുത്തെ രാത്രി നിസ്കാരത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചൊക്കെ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഇവർക്ക് തോന്നി, അവിടുന്ന് പറഞ്ഞു, രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, അതുപോലെ തന്നെ
പിന്നെ നോമ്പ് നോൽക്കാറുണ്ട്, കൊല്ലം മുഴുവൻ നോമ്പല്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ലേശം കുറവാണല്ലോ. എന്നിട്ട് അവർ അത് ഇവരെന്നെ ആലോചിച്ച് ഒരു മറുപടി കണ്ടെത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മതി, നമുക്കത് പോരാ. അങ്ങനെ ഇവര് ഒരു തീരുമാനം എടുക്കുകയാണ്. എന്ത്? ഇനി ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി എല്ലാ ദിവസവും ഉറക്കൊഴിവാക്കി നിസ്കരിക്കും, ഉറങ്ങൂല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ വിവാഹം കൂടി ചെയ്യാതെ ആരാധനയിൽ തന്നെ കഴിഞ്ഞുകൂടും. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പായിരിക്കും, അള്ളാഹ് ഹറാമാക്കിയ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നോമ്പായിരിക്കും. ഈ തീരുമാനം എടുത്ത് ഇവർ തിരിച്ചു പോവാണ്. എന്ത് റാഹത്തിലായിരിക്കും പോകുന്നത്. പക്ഷേ അങ്ങനെ പോയി, അവർ തിരിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. വന്ന ശേഷം ഭാര്യ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെ വിളിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാണോ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതേന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി വിവരിച്ചു കൊടുത്തു, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പ് നിൽക്കാറുണ്ട്, കൊല്ലം മുഴുവൻ നോമ്പല്ല, ഞാൻ വിവാഹം ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് ആരെയും വെറുപ്പ് കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. നോക്കൂ, ഇവർ സുന്നത്തിന് എന്താ വെറുത്തത്? നല്ലതല്ല അവരുടെ ഉദ്ദേശം. അപ്പൊ ഈ ഒരു ഇസ്ലാമിന്റെ വൃത്തമുണ്ട്, അള്ളാഹു റസൂലും വരച്ച, അതായത് പഠിപ്പിച്ച ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ അപ്പുറത്തേക്ക് പോയി പുതുതായി ഉണ്ടാക്കാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പോ സുന്നത്തിന് വെറുക്കലാണ് ഇത്, ഇത്ര ഗൗരവം ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കൂഫയിലെ സംഭവം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതേപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു സംഗതി, മഹാനായ സുഫ്യാൻ സൗരി എന്ന താബിഈ, അദ്ദേഹം പറഞ്ഞു റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുണ്ടായി, എന്തെന്നറിയോ? അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ്യ. ഈ പിശാചിന് മറ്റു തെറ്റുകളെക്കാൾ ഇഷ്ടം ബിദ്അത്താണ്. എന്താ കാരണം? ലി അന്നൽ മഅസിയ്യ യുതാബു മിൻഹ. കാരണം മറ്റു തെറ്റുകൾ തോന്നിവാസങ്ങളൊക്കെ ഒരാൾ ചെയ്താൽ അതിന് തൗബ ചെയ്യാൻ ഒരു മുസ്ലിമായ മനുഷ്യൻ അത് ചെയ്യുമ്പോൾ, ഓ അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരു മനസാക്ഷി കുത്തുണ്ടാവും, ഗ്യാപ്പ് കിട്ടിയ തൗബ ചെയ്യും. എന്നാൽ വൽ ബിദ്അ ല യുതാബു മിൻഹ, ബിദ്അത്താണെങ്കിൽ തൗബ ചെയ്യപ്പെടൂല. എന്താ കാരണം? നല്ലൊരു പുണ്യകർമ്മല്ലേ എന്ന് കരുതിയിട്ടാ ചെയ്യുന്നത്. ബിദ്അത്തും തൗബ ചെയ്യലപ്പോൾ അത് ബിദ്അത്താന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ ആ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ബിദ്അത്ത് വലിയ ഗൗരവമുള്ളതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ഒരു രംഗം പറയുന്നുണ്ട്. ഈ ഉമ്മത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ചില ആളുകൾ ആ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോൾ അവരവിടുന്ന് ആട്ടുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ആ ഹൗദുൽ കൗസറിലെ വെള്ളം പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പരലോകത്ത് വരും. അപ്പോ ചില ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാർക്ക് ഈ വെള്ളം കുടിക്കാൻ അവസരം ഉണ്ടാവില്ല. അള്ളാഹ് വരെ തടയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, സങ്കടത്തോടെ അവിടുന്ന് പറയും, അല്ലാഹുവേ ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്, എന്റെ ഉമ്മത്താണ്, അവർക്ക് ഞാൻ കൊടുത്തോട്ടെ, അവർ കുടിച്ചോട്ടെ എന്ന്. പക്ഷെ അള്ളാഹ് പറയും, റസൂലേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അങ്ങയുടെ വഫാത്തിന് ശേഷം എന്തെല്ലാമാണ് അവർ ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയതെന്ന് അങ്ങക്കറിയില്ല. കുറെ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ പുതുതായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ അവർക്ക് ഈ വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടയും. ഇത് കാണുമ്പോ അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പുതിയതായി ഉണ്ടാക്കി മതത്തിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഹഖൻ സുഹഖ ലിമൻ ഗയ്യറ ബഅദി, എനിക്കു ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ ആളുകൾക്ക് വിദൂരം അകന്നു പോകട്ടെ അവർ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കും. ഓർത്തോളൂ, ഈ ശബ്ദം കേൾക്കുന്ന, നാളെ നബിദിനാഘോഷം നടത്താൻ ഒരുങ്ങി നിൽക്കുന്ന ഏതെങ്കിലും സഹോദരൻ സഹോദരി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഓർത്തോളൂ. ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ കേട്ടു, നാളെ നടക്കാൻ പോകുന്ന നബിദിനാഘോഷം അത് ബിദ്അത്താണ്. ആ ബിദ്അത്ത് ചെയ്താൽ പരലോകത്ത് ഹൗദുൽ കൗസർ അരികെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കും. ആ ആട്ടിയോടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായാൽ, നമ്മൾ ആരെങ്കിലും ഉണ്ടായാൽ, ഒരാളും ഒരു ഖോജാക്കന്മാരും ഷെയ്ഖുനമാരും റസൂലെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് അയാൾ കഴിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അയാളെ ആട്ടി ഓടിക്കൽ എന്ന് പറയാൻ കെൽപ്പുള്ള, ത്രാണിയുള്ള ആരും ഉണ്ടാവില്ല. ഈ ബോധം വളരെ കൃത്യമായി ഉണ്ടാകണം. നമ്മൾ ബിദ്അത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. ബിദ്അത്ത് ചെയ്താൽ അവിടെ ഹൗദുൽ കൗസറിന്റെ അരികെന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയോടിക്കും. ഇത്ര ഗൗരവമുണ്ട് ബിദ്അത്തിന് എന്ന് ഒന്നുകൂടെ നാം മനസ്സിലാക്കുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് വരിക. അള്ളാഹും റസൂലും പഠിപ്പിച്ച മാർഗം, ആ മാർഗം ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം, അതാണ് സ്വർഗപ്രവേശത്തിന്റെ മാർഗം എന്നത് അമ്പിയാക്കളുടെ, അതുപോലെ തന്നെ സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള മാർഗം അതാണ് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുകയും ആ മാർഗം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയും ചെയ്യുക. ബോധ്യമാകാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.